പഴയ ടാക്സ് രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞങ്ങൾക്കിത് കൺവേർട്ട് ചെയ്യേണ്ട വന്നേക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000-നും 30,000-നും ഇടയ്ക്കുള്ള അത്രയും പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയധികം പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന മേഖല വളരെ അപൂർവമാണ്. അപ്പോൾ ഇത്രയധികം പ്രൊഡക്റ്റുകളെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് പുതിയ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതിനെ കോമണായിട്ട് ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഇത്ര ശതമാനം ടാക്സിൽ നിന്ന് ഇത്ര ശതമാനം ടാക്സിനകത്തേക്ക് കൺവേർട്ട് ആവുന്ന ഒരു കോമൺ തത്വം ഉപയോഗിച്ചാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ഓരോ ഐറ്റവും എടുത്ത് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും ശരിക്കും ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 21-ാം തീയതി വരെ ഉണ്ടായിരുന്ന പർച്ചേസും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകളൊക്കെ നമ്മൾ കോമൺ തിയറി അനുസരിച്ചാണ് ഇപ്പോൾ മാറ്റിയേക്കുന്നത്. പല ഷോപ്പ് ഉടമകളും പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഇന്ന രീതിയിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഇപ്പോൾ മാറ്റപ്പെട്ട ടാക്സ് ഇത്ര ശതമാനത്തിൽ നിന്നും കുറഞ്ഞ ടാക്സിനകത്തേക്ക് കോമൺ ആയിട്ടുള്ള ഒരു കൺവേർഷനാണ് ഇപ്പോൾ നടത്തിയേക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 18% ടാക്സ് ഉണ്ടായിരുന്നതിൽ നിന്ന് 5%-ത്തിനകത്തേക്ക് വന്നതിൽ പെട്ട കാറ്റഗറിയിൽപ്പെട്ട ഐറ്റം തന്നെയാണോ എന്ന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല.